കൊച്ചിയിൽ നിന്ന് നിധിൻ സേവ്യറുണ്ട്. നിധിൻ, ഗുഡ് മോർണിംഗ്. അവിടെ നിന്നുള്ള ഇന്നത്തെ ഒരു പ്രധാന വാർത്ത എന്ന് പറയുമ്പോൾ ഇന്നലെ അന്തരിച്ച കവിയൂർ പൊന്നമ്മയുടെ പൊതുദർശനമുണ്ട്. സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകിട്ടാണ് നടക്കുന്നത്. എത്ര മണിയോടുകൂടിയാണ് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം പൊതുദർശനം നടക്കുന്ന ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോവുക? എന്തൊക്കെയാണ് വിവരങ്ങൾ? ദിവ്യ, 6 പതിറ്റാണ്ടോളം കാലം മലയാള സിനിമയുടെ സ്നേഹാർദ്രമായ അമ്മമുഖമായിരുന്ന കവിയൂർ പൊന്നമ്മ ഇന്നലെ വൈകിട്ടാണ് അന്തരിച്ചത്. ഇപ്പോൾ നിലവിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് അവർ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. രാവിലെ 8 മണി മുതൽ ചെറിയ തോതിൽ ആശുപത്രിയിൽ തന്നെ ഒരു പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം 9 മണിക്കാണ് കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിലേക്ക് മൃതദേഹം കൊണ്ടുപോവുക. 9 മണി മുതൽ 12 മണി വരെ മുനിസിപ്പൽ ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാകും. ഈ പൊതുദർശന വേളയിൽ മലയാള സിനിമാ ലോകത്തെയും സാംസ്കാരിക ലോകത്തെയും പ്രമുഖരും അടക്കമുള്ളവർ, അല്ലെങ്കിൽ മലയാള സിനിമാ പ്രേമികൾ എല്ലാവരും തന്നെ കവിയൂർ പൊന്നമ്മയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ മുനിസിപ്പൽ ടൗൺ ഹാളിലേക്ക് എത്തും. അതിനുശേഷം ആലുവ കരിമല്ലൂരിലുള്ള അവരുടെ വീട്ടുവളപ്പിലാണ് വൈകിട്ട് സംസ്കാരം നടക്കുക. 4 മണിക്ക് സംസ്കാരം നടക്കും. ഇന്നലെ വൈകിട്ട് 5:30 കവിയൂർ പൊന്നമ്മ അന്തരിച്ചത്. കഴിഞ്ഞ കുറേയേറെ കാലമായി ക്യാൻസർ രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 3-ാം തീയതിയാണ് ലിസി ആശുപത്രിയിൽ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് എത്തിച്ചത്. പിന്നീട് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ICUലായിരുന്നു അവർ. കഴിഞ്ഞ മാസം 10-ാം തീയതി ആശുപത്രിയിൽ പിറന്നാൾ ആഘോഷമൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ ഇന്നലെ വൈകിട്ട് 5:30 മരിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറേയേറെ പതിറ്റാണ്ട് കാലം, 6 പതിറ്റാണ്ട് കാലം മലയാള സിനിമയുടെ അമ്മമുഖമായിരുന്ന കവിയൂർ പൊന്നമ്മയാണ് അന്തരിച്ചത്. 5 തലമുറയിൽപ്പെട്ട നടന്മാരുടെ, സത്യം മുതൽ പൃഥ്വിരാജ് വരെയുള്ള നടന്മാരുടെ അമ്മയെ അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച നടിയാണ് കവിയൂർ പൊന്നമ്മ. നാടകത്തിൽ നിന്നും പിന്നീട് വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിലേക്ക് എത്തുന്നു. 1958 ആദ്യ സിനിമയിൽ അഭിനയിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്മ വേഷം, പ്രത്യേകിച്ച് 24-ാം വയസ്സിൽ ഡോളി എന്ന 12 മക്കളുടെ അമ്മ കഥാപാത്രം അഭിനയിച്ച 19-ാം വയസ്സിൽ സത്യൻ്റെയും മധുവിൻ്റെയും അമ്മയെ അഭിനയിക്കാൻ ഒരു ഭാഗ്യം ലഭിച്ച, അല്ലെങ്കിൽ അങ്ങനെ ഒരു ധീരമായ തീരുമാനമെടുത്ത നടിയായിരുന്നു കവിയൂർ പൊന്നമ്മ. 1964 ഇറങ്ങിയ കുടുംബിനി എന്ന ചിത്രത്തിലെ അമ്മ വേഷം, അതായിരുന്നു പിന്നീട് അങ്ങോട്ട് കരിയറിൽ നിർണായകമായത്. മോഹൻലാലിനൊപ്പം 50ഓളം ചിത്രങ്ങളിൽ അമ്മ വേഷമിട്ടു. അപ്പോൾ കവിയൂർ പൊന്നമ്മ പറയാറുണ്ടായിരുന്നു, മോഹൻലാലിനൊപ്പം അമ്മയെ അഭിനയിക്കാനാണ് തനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന്. പ്രത്യേകിച്ച് ചെറുപ്പകാലത്തൊക്കെ ഒരുപാട് ആളുകൾ വിശ്വസിച്ചിരുന്നത് മോഹൻലാലിൻ്റെ സ്വന്തം അമ്മയാണ് കവിയൂർ പൊന്നമ്മ എന്നാണ്. അങ്ങനെ സത്യൻ മുതൽ പൃഥ്വിരാജ് വരെയുള്ള 5 തലമുറയിലെ നായക നടന്മാരുടെ അമ്മയെ അഭിനയിച്ച, അല്ലെങ്കിൽ അതിനു മുൻപ് MTയുടെയും പത്മരാജൻ്റെയും അടൂർ ഗോപാലകൃഷ്ണൻ്റെയും വിൻസെൻറ്റിൻ്റെയും ജോൺ അബ്രഹാമിൻ്റെയും ഒക്കെ സിനിമകളിൽ വളരെ ശക്തമായ നായക കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചാണ്. പ്രത്യേകിച്ച് 4 സംസ്ഥാന മികച്ച സഹനടിക്കുള്ള സംസ്ഥാന പുരസ്കാരം 4 തവണ നേടി. കഴിഞ്ഞ 3 വർഷം, ആണും പെണ്ണുമാണ് അവസാനമായി അഭിനയിച്ച സിനിമ 3 വർഷം മുമ്പ്. അതിനുശേഷം കഴിഞ്ഞ കുറേയേറെ നാളുകൾ സിനിമയിൽ നിന്ന് വിട്ടുനിന്ന് ആലുവയെ കേന്ദ്രീകരിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ മുന്നിട്ട് നിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് വളരെ പെട്ടെന്ന് രോഗം മൂർച്ഛിച്ച് ആശുപത്രിയിൽ എത്തിക്കുകയും കഴിഞ്ഞ ദിവസം മരിക്കുകയും ചെയ്തത്. പ്രത്യേകിച്ച് കവിയൂർ പൊന്നമ്മ എക്കാലത്ത് മലയാള സിനിമയുടെ അമ്മമുഖമായി തന്നെയാണ് നിന്നത്. പ്രത്യേകിച്ച് ഈ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അമ്മവേഷങ്ങൾ, തന്നെക്കാൾ ഏറെ മുതിർന്ന നടന്മാരുടെ മുതൽ അമ്മവേഷം ചെയ്യാൻ ഒരു ഭാഗ്യം, അല്ലെങ്കിൽ അങ്ങനെ സ്റ്റീരിയോടൈപ്പ് ചെയ്യപ്പെട്ടു പോവുകയായിരുന്നു. പക്ഷേ എപ്പോഴും സൗമ്യമായ മുഖം, സ്നേഹാതുരമായ മുഖം ആളുകൾ എപ്പോഴും ഓർപ്പിക്കപ്പെടുന്നത് മലയാള സിനിമയുടെ അമ്മയെന്ന് തന്നെയാണ് കവിയൂർ പൊന്നമ്മ. ഇപ്പോൾ കവിയൂർ പൊന്നമ്മ അന്തരിച്ചിരിക്കുന്നു. തിരശ്ശീല അവരുടെ മഹത്തായ മനോഹരമായ സിനിമാ ജീവിതത്തിന് തിരശ്ശീല വേണ്ടിയിരിക്കുകയാണ്. ഈ അല്പസമയത്തിനകം ഈ ആശുപത്രിയിലെ ഒരു പൊതുദർശനം ആരംഭിക്കും. അതിനുശേഷം മുനിസിപ്പൽ ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകും. അവിടെ ഇന്നലെ വൈകിട്ട് തന്നെ ഈ ആശുപത്രിയിലെ പൊതുദർശനം, അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് ഒരുപാട് സിനിമാ ലോകത്തെ അല്ലെങ്കിൽ സാംസ്കാരിക ലോകത്തെയൊക്കെ പ്രമുഖരെല്ലാവരും തന്നെ കടന്നു വന്ന് അന്തിമോപചാരം ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. ഇന്നലെ വൈകിട്ട് രാത്രിയുമൊക്കെ ഇവിടെ ഒരുപാട് ആളുകൾ എത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. അപ്പോൾ ഏതായാലും ഇപ്പോൾ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 8 മണിയോടെ ആശുപത്രിയിലെ ഒരു ചെറിയ തോതിലുള്ള പൊതുദർശനം ആശുപത്രിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. അതിനുശേഷം മുനിസിപ്പൽ ടൗൺ ഹാളിലെ പൊതുദർശനം, അതിനുശേഷം 12 മണിയോടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. വീട്ടിലും പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം 4 മണിക്ക് വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാരം നടക്കുക. ദിവ്യ. യെസ്, കവിയൂർ പൊന്നമ്മയുടെ പൊതുദർശനവും സംസ്കാര ചടങ്ങുകളും തന്നെയാണ് കൊച്ചിയിൽ നിന്ന് പങ്കുവയ്ക്കാനുള്ള പ്രധാന വാർത്തകൾ. ഇന്നലെയാണ് കവിയൂർ പൊന്നമ്മ നമ്മളോട് വിട പറഞ്ഞത്. നമുക്കേവർക്കും പ്രിയപ്പെട്ട ഒരു സിനിമാ മേഖലയിലെ ഒരു മുഖമാണ്, അമ്മ മുഖമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അത്രയധികം കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ കവിയൂർ പൊന്നമ്മയ്ക്ക് വിട നൽകാൻ ഒരുങ്ങുകയാണ് സിനിമാ ലോകം. വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്ന് നിധിൻ സേവ്യർ നൽകിയത്. നമ്മളിനി